Good morning. Last video നമ്മൾ പഠിച്ചു മെട്രൈസബിലിറ്റി ഈസ് എ ഹെറിഡിറ്ററി പ്രോപ്പർട്ടി. മെട്രൈസബിലിറ്റി ഹെറിഡിറ്ററി പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പേസ് മെട്രൈസബിൾ ആണെങ്കിൽ അതിൻ്റെ ഏത് സബ് സ്പേസ് എടുത്തിട്ടുണ്ടെങ്കിലും അത് മെട്രൈസബിൾ ആയിരിക്കും. അതായത് എക്സ് എന്ന് പറയുന്ന സ്പേസ് മെട്രൈസബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലുള്ള ടോപ്പോളജി ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു മെട്രിക് എന്നാണ്. അതായത് ആ മെട്രിക് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന ഓപ്പൺ ബോൾസ് എടുക്കുന്നു. ആ ഓപ്പൺ ബോൾസുകളുടെ എല്ലാ പോസിബിൾ ആയിട്ടുള്ള യൂണിയനും എടുത്തിട്ട് ഉണ്ടാക്കുന്ന ടോപ്പോളജി ആയിരിക്കും ആ എക്സിൽ ഉണ്ടാവുക. എന്നിട്ട് വൈ എന്ന് പറയുന്ന സബ്സ്പേസിലേക്ക് ആ മെട്രൈസബിലിറ്റി ഹെറിഡിറ്റ് ചെയ്യുന്നുണ്ട്, അതായത് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അതായത് വൈ ടോ റെസ്ട്രിക്റ്റഡ് ടു വൈ എന്ന് പറയുന്നത് ഒരു മെട്രൈസബിൾ സ്പേസ് ആയിരിക്കും. അതായത് വൈ ടോ റെസ്ട്രിക്റ്റഡ് ടു വൈ എന്ന് പറയുന്നത് അതിന് നമുക്കൊരു മെട്രിക്കിന്ന് ഒരു സ്യൂട്ടബിൾ മെട്രിക് ഉപയോഗിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ അവിടുത്തെ മെട്രിക് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഓപ്പൺ ബോൾസ് എങ്ങനെയായിരിക്കും? ആസ് യൂഷ്വൽ സബ്സ്പേസിലേക്ക് നമ്മൾ പോകുമ്പോൾ നിങ്ങൾ ഇത്ര മാത്രം ആലോചിച്ചാൽ മതി. ഹോൾ സെറ്റ് എക്സിൽ ഉള്ള ഓപ്പൺ സെറ്റുകൾ എടുത്തിട്ട് അതിൻ്റെ വൈയുമായിട്ടുള്ള ഇൻ്റർസെക്ഷൻ എടുത്താൽ മതി. അതായത് ഏത് കാര്യവും നമ്മൾ അങ്ങനെയാണ് ചെയ്തത്. നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു എക്സ് ടോയിലുള്ള ഒരു ഓപ്പൺ സെറ്റ് എടുക്കുന്നു, എന്നിട്ട് ആ ഓപ്പൺ സെറ്റ് ഇൻ്റർസെക്ഷൻ വൈ എടുക്കുന്നു. അപ്പോൾ നമുക്ക് ഓപ്പൺ സെക്ഷൻ വൈ കിട്ടും. അതായത് യു ഓപ്പൺ ഇൻ എക്സ് ആണെങ്കിൽ നമ്മൾ യു ഇൻ്റർസെക്ഷൻ വൈ എടുക്കുന്നു. യു ബിലോങ്സ് ടു ടോ ആണെങ്കിൽ യു ഇൻ്റർസെക്ഷൻ വൈ ബിലോങ്സ് ടു ടോ റെസ്ട്രിക്റ്റഡ് ടു വൈ ആയിരിക്കും. പിന്നീട് നമ്മൾ ബേസിസിനെ കൊണ്ട് പറഞ്ഞു. ബേസിസിൽ ഒരു യു ബിലോങ്സ് ടു അല്ലെങ്കിൽ ഒരു ബി ബിലോങ്സ് ടു ബേസിസ് ആണെങ്കിൽ ഏതിൻ്റെ ബേസിസ്? നമ്മളെ എക്സിൻ്റെ ബേസിസ്. അങ്ങനെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടോ റെസ്ട്രിക്റ്റഡ് ടു വൈയിലുള്ള ബേസിസ് എലമെൻറ്റ് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ബി ഇൻ്റർസെക്ഷൻ വൈ എടുത്താൽ മതി. അതായത് ആ സാധനത്തിന് നമ്മൾ എന്ത് പറയാം? ബി റെസ്ട്രിക്റ്റഡ് ടു വൈ ആയിരിക്കും. അതിനുശേഷം മെട്രൈസബിലിറ്റീൻ്റെ ഇതിൽ നമ്മൾ കണ്ടു, നമ്മൾ എക്സിലുള്ള ഓപ്പൺ ബോൾസ് എടുക്കുന്നു. എക്സിലുള്ള ഓപ്പൺ ബോൾസ് എന്ന് പറഞ്ഞാൽ ബി ഡി എക്സ് ആർ ഇങ്ങനെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വൈയിൽ ടോ റെസ്ട്രിക്റ്റഡ് ടു വൈയിലുള്ള അത് ഉണ്ടാക്കിയിരിക്കുന്ന, അതായത് ടോ റെസ്ട്രിക്റ്റഡ് ടു വൈ എന്ന് പറയുന്നത് മെട്രൈസബിൾ ആണ്. അത് മെട്രൈസബിൾ ആകണം എന്നുണ്ടെങ്കിൽ അവിടെ ഓപ്പൺ ബോൾസുകൾ വേണം. ഓപ്പൺ ബോൾസുകൾ വെച്ചിട്ട്, അതായത് ഒരു മെട്രിക്ക് എക്സിലുള്ള മെട്രിക്ക് ഡി ആണ്, വൈയിലുള്ള മെട്രിക്കിനെ ഞാൻ ഇ എന്ന് വിളിച്ചാൽ ആ ഇ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന ഓപ്പൺ ബോൾസിനെ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് ഈ ഓപ്പൺ ബോൾസ് ഇൻ്റർസെക്ഷൻ വൈ എഴുതാം. അതായത് ബി ഡി വൈ ആർ ഇൻ്റർസെക്ഷൻ വൈ ആയിരിക്കും. നമ്മൾ ആ തിയറത്തിൻ്റെ പ്രൂഫിലെ കൺസ്ട്രക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ സബ്സ്പേസ് ടോപ്പോളജിയിൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒറിജിനലിലുള്ള കാര്യം എടുക്കുക, എന്നിട്ട് അതും വൈയുമായിട്ടുള്ള ഇൻ്റർസെക്ഷൻ എടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇവിടെ നോക്കി, ഇവിടെ ഞാൻ ഒറിജിനലിലുള്ള ബേസ് എലമെൻ്റ് എടുത്തു, എന്നിട്ട് വൈയുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്തു. ഇവിടെ ഒറിജിനലിലുള്ള ഓപ്പൺ സെറ്റ് എടുത്തു, അതിനെ വൈയുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്തു. അപ്പോൾ ഓപ്പൺ സെറ്റ്സ് ഇൻ വൈ കിട്ടി. ഇവിടെ ബേസിസ് ഇൻ വൈ കിട്ടി. ഇവിടെ ഓപ്പൺ ബോൾസ് ഇൻ വൈ കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ ആ തിയറത്തിൻ്റെ കൺസ്ട്രക്ഷൻ നടത്തുക. ഓക്കെ, ഇനി അടുത്ത ഒരു റിസൾട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സെക്കൻഡ് കൗണ്ടബിൾ സ്പേസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ആ സെക്കൻഡ് കൗണ്ടബിൾ സ്പേസ് ഉപയോഗിച്ചിട്ട് ഈ സെക്കൻഡ് കൗണ്ടബിൾ നമ്മളൊരു തിയറം ലാസ്റ്റ് ഇതിൽ പഠിച്ചിരുന്നു. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എക്സ് ടോ എന്ന് പറയുന്നത് സെക്കൻഡ് കൗണ്ടബിൾ ആണെങ്കിൽ ഇതിൻ്റെ എവ്രി ഓപ്പൺ കവർ ഓഫ് എക്സ് ഹാസ് എ കൗണ്ടബിൾ സബ് കവർ. ഈ എക്സിൻ്റെ ഏത് ഓപ്പൺ കവർ എടുത്തിട്ടുണ്ടെങ്കിലും അതിന് ഒരു കൗണ്ടബിൾ സബ് കവർ ഉണ്ടാകുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ റിസൾട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്.
റിസൾട്ട് ഒന്നുകൂടി പറയാം. x2 സെക്കൻഡ് കൗണ്ടബിൾ ആണെങ്കിൽ എക്സിൻ്റെ ഏത് ഓപ്പൺ കവർ എടുത്താലും, ഒരു സെക്കൻഡ് കൗണ്ടബിൾ സ്പേസിന് ഏത് ഓപ്പൺ കവർ എടുത്തിട്ടുണ്ടെങ്കിലും അതിന് കൗണ്ടബിൾ സബ് കവർ ഉണ്ടാവും. ഓപ്പൺ കവർ എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? കവർ എന്ന് പറഞ്ഞാൽ മീനിങ് എക്സിനെ കവർ ചെയ്യുക. അതായത് ആ കവറിലുള്ള എലമെൻസുകളുടെ യൂണിയൻ എടുത്താൽ എക്സ് അതിൻ്റെ ഉള്ളിലുണ്ടാവും. എക്സ് സബ്സെറ്റ് ഓഫ് യൂണിയൻ UI ആയിരിക്കും. ഇതിലുള്ള ഈ UIസുകളൊക്കെ ഓപ്പൺ കവറാണ്. ഓപ്പൺ കവറാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ UIകളൊക്കെ ഓപ്പൺ ആയിരിക്കും. ഇവിടെ എക്സിൽ ഓപ്പൺ ആയിരിക്കും. എക്സിൽ ഓപ്പൺ ആയിരിക്കും എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? അത് ടോയിലെ മെമ്പർ ആയിരിക്കും. അപ്പോൾ എക്സ്, അതായത് ഇതാണ് നമ്മളെ എക്സ് എങ്കിൽ നമ്മൾക്ക് ഒരു ഓപ്പൺ കവർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് ഇങ്ങനെ നമ്മൾ ഇതിനെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ഓപ്പൺ സെറ്റ്സുകൾ ഉപയോഗിച്ച് കവർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതായത് ഈ ഒരു ഭാഗം ഒഴിവാകാതെ ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ കവർ ചെയ്യുന്ന കവറിന് ഇതിപ്പോൾ കുറേ എണ്ണം ഉണ്ട്. ഈ കവറിന് ഒരു കൗണ്ടബിൾ സബ് കവർ ഉണ്ടാകും എന്നാണ് പറയുന്നത്. കൗണ്ടബിൾ സബ് കവർ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താവുന്ന അത്രയും എണ്ണം ഓപ്പൺ സെറ്റ്സുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിനെ കവർ ചെയ്യാം. അതായത് ഇതിനെ കവർ ചെയ്യാൻ കുറച്ച് സാധനങ്ങൾ മതി. അൺകൗണ്ടബിൾ വേണ്ട, കൗണ്ടബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മതി. കൗണ്ടബിൾ ആയിട്ടുള്ള ഓപ്പൺ സെറ്റ്സുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിനെ കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് അവിടെ പറയുന്നത്. ഒരു പ്രാവശ്യം കൊണ്ട് റിസൾട്ട് പറയാം. x2 എന്ന് പറയുന്നത് സെക്കൻഡ് കൗണ്ടബിൾ ആണെങ്കിൽ എവ്രി കവർ ഓഫ് എക്സ് ഹാസ് എ കൗണ്ടബിൾ സബ് കവർ. ഓക്കെ, ഇവിടുത്തെ റിസൾട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടുത്തെ റിസൾട്ട് പറയുന്നത് x2 എന്ന് പറയുന്നത് സെക്കൻഡ് കൗണ്ടബിൾ ആണ്. അപ്പോൾ എക്സിലുള്ള ടോപ്പോളജി ടോ ആണ്. ടോയിലുള്ള x2 സെക്കൻഡ് കൗണ്ടബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് x2ക്ക് ഒരു കൗണ്ടബിൾ ബേസിസ് ഉണ്ടാവും. അതായത് ടോപ്പോളജി ആണെങ്കിൽ അതിനൊരു ബേസിസ് ഉണ്ടാവും. ആ ബേസ് ഒരു ബേസിസ് ഒന്നല്ല, കുറേ ബേസിസ് ഉണ്ടാകാം. ആ ബേസിസിൽ ഒന്നെങ്കിലും കൗണ്ടബിൾ ആയിരിക്കും. അതാണ് x2 സെക്കൻഡ് കൗണ്ടബിൾ ആണെന്ന് പറഞ്ഞാൽ മീനിങ്. ഇനി എക്സിൻ്റെ ഒരു സബ്സെറ്റ് എടുക്കുന്നു y. എക്സിൻ്റെ ഏത് സബ്സെറ്റ് y എടുത്താലും എനി കവർ ഓഫ് y ബൈ മെമ്പേഴ്സ് ഓഫ് ടോ ഹാസ് എ കൗണ്ടബിൾ കവർ എന്ന് പറഞ്ഞാൽ എന്താ? എനി കവർ ഓഫ് വൈൻ്റെ ഏത് കവർ എടുത്താലും, അതായത് നമ്മളെടുത്ത് എക്സ് ഉണ്ട്, എക്സിൻ്റെ സബ്സെറ്റാണ് y. ഈ വൈൻ്റെ എനി കവർ എടുത്താൽ എങ്ങനെ? ബൈ മെമ്പേഴ്സ് ഓഫ് ടോ. ആ കവറിലുള്ള ആൾക്കാർ എന്താണ്? ടോയിലെ മെമ്പേഴ്സാണ്. ടോയിലെ മെമ്പേഴ്സാണെന്ന് പറഞ്ഞാൽ എക്സിൽ ഓപ്പൺ ആയിട്ടുള്ള മെമ്പേഴ്സ്. അങ്ങനെ വൈൻ്റെ കവർ, അപ്പോൾ എക്സിലെ മെമ്പേഴ്സ് പറഞ്ഞാൽ വൈൻ്റെ പുറത്തേക്കും വരും. ഇങ്ങനെ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ ഈ കവറിന് ഒരു കൗണ്ടബിൾ കവർ ഉണ്ടാവും. ഈ കവറിനൊരു കൗണ്ടബിൾ കവർ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താവുന്ന അത്രയും മെമ്പേഴ്സ് ഓഫ് ടോ ഉപയോഗിച്ചിട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ എടുക്കുന്ന കവർ അൺകൗണ്ടബിൾ ആണെങ്കിലും അതിൽ നിന്ന് നമുക്ക് കൗണ്ടബിൾ ആയിട്ടുള്ള കുറച്ച് മെമ്പേഴ്സ് കിട്ടും. ആ മെമ്പേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് വൈനെ കവർ ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? അപ്പോൾ അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ അസ്യൂം ചെയ്യണം? നമ്മൾ അസ്യൂം ചെയ്യും x2 സെക്കൻഡ് കൗണ്ടബിൾ ആണ്, എക്സിൻ്റെ ഒരു സബ്സെറ്റാണ് y. ഇനി നമ്മൾ എന്തെടുക്കണം? ഒരു കവർ എടുക്കണം. എനി കവർ. എങ്ങനെ? മെമ്പേഴ്സ് ഓഫ് ടോ. ടോയിലെ മെമ്പേഴ്സുകൾ എങ്ങനെയുള്ള മെമ്പേഴ്സുകൾ? ആ ടോയിലുള്ള മെമ്പേഴ്സുകൾ വൈനെ കവർ ചെയ്യണം. അങ്ങനത്തെ ഒരു കവർ എടുക്കുന്നു. ആ കവർ അൺകൗണ്ടബിളി ഇനിയാവാം. ആ കവറിലുള്ള മെമ്പേഴ്സുകളുടെ എണ്ണം അൺകൗണ്ടബിൾ ആകാം. അങ്ങനെ ഒരു കവർ എടുക്കുന്നു. എന്നിട്ട് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ആ കവറിന് ഒരു കൗണ്ടബിൾ കവർ ഉണ്ട് എന്നാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എടുക്കുന്നു ടോയിലെ മെമ്പേഴ്സ് ഉപയോഗിച്ചിട്ട് വൈനെ കവർ ചെയ്യുന്ന ഒരു കവറിനെ ഞാൻ സ്ക്രിപ്റ്റ് ചെയ്യുമെന്ന് വിളിക്കുന്നു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ തിയറമൊക്കെ അപ്ലൈ ചെയ്യണം. നേരത്തെ പറഞ്ഞ തിയറത്തിൽ എന്താ പറയുന്നത്?
x2 സെക്കൻഡ് കൗണ്ടബിൾ ആണെങ്കിൽ എവറി ഓപ്പൺ കവർ ഓഫ് എക്സ് ഹാസ് എ കൗണ്ടബിൾ സബ് കവർ. അപ്പോൾ ഏതാണോ സെക്കൻഡ് കൗണ്ടബിൾ അതിൻ്റെ ഏത് കവർ എടുത്താലും അതിന് കൗണ്ടബിൾ സബ് കവർ ഉണ്ടാകും. ഏത് ഓപ്പൺ കവർ എടുത്താലും അതിന് കൗണ്ടബിൾ സബ് കവർ ഉണ്ടാവും എന്നാണ് നമ്മളെ റിസൾട്ട്. അപ്പോൾ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് കവർ ഏതിൻ്റെയാണ്? എക്സിൻ്റെ അല്ല, വൈൻ്റെ കവറാണ്. പക്ഷേ വൈനെ കവർ ചെയ്യുന്നത് എക്സിലെ ഓപ്പൺ സെറ്റുകൾ ഉപയോഗിച്ചിട്ടാണ്. ആ വ്യത്യാസം മനസ്സിലാക്കണം. വൈയിലെയാണ് നമ്മൾ കവർ ചെയ്യുന്നത്, പക്ഷേ വൈനെ കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത് വൈൻ്റെ ഓപ്പൺ സെറ്റ്സ് അല്ല, എക്സിൻ്റെ ഓപ്പൺ സെറ്റ്സ് ആണ്, ടോയിലെ മെമ്പേഴ്സാണ്. വൈയിലേക്ക് വരുമ്പോൾ വൈയിലെ ടോപ്പോളജി ടോ റെസ്ട്രിക്റ്റഡ് ടു വൈ ആണ്. അപ്പോൾ ടോ റെസ്ട്രിക്റ്റഡ് ടു വൈയിലുള്ള മെമ്പേഴ്സ് ഉപയോഗിച്ചിട്ടല്ല നമ്മൾ വൈനെ കവർ ചെയ്യുന്നത്. നമ്മൾ കവർ ചെയ്യുന്നത് ടോയിലെ മെമ്പേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. ടോയിലെ മെമ്പേഴ്സ് ഉപയോഗിച്ചിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോയിലെ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എക്സിലെ ഓപ്പൺ സെറ്റ്സ് ആണ്. അതുപയോഗിച്ചിട്ടാണ് നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എടുത്തത് എക്സിൻ്റെ ഒരു കവറ്, എക്സിൻ്റെ ടോപ്പോളജി ടോ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു കവറ് വൈൻ്റെ കവറ് എടുക്കുന്നു. നമ്മൾ സബ്സ്പേസ് ടോപ്പോളജി ടോ റെസ്ട്രിക്റ്റഡ് ടു വൈയിലേക്ക് കൊണ്ടുവരുന്നു. ടോ റെസ്ട്രിക്റ്റഡ് ടു വൈയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? അതായത് ഇത് നമ്മൾ എക്സ്, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് നമ്മൾ എക്സ്, അതിൻ്റെ അകത്ത് വൈ ഉണ്ട്. എക്സിലെ ഓപ്പൺ സെറ്റ്സുകൾ ഉപയോഗിച്ച് നമ്മളിങ്ങനെ കവർ ചെയ്തിട്ടുണ്ട്. ഈ കവർ ചെയ്ത സാധനങ്ങളിലുള്ള ഓരോ കവറുകളും ഓരോ ഓപ്പൺ സെറ്റുകളും അത് ഓപ്പൺ സെറ്റിന് എക്സ് ആണ്. ആ ഓപ്പൺ സെറ്റിന് എക്സിന് ഞാൻ വൈയിലേക്ക്, ഓപ്പൺ സെറ്റിന് എക്സ് യു ആണെങ്കിൽ അതിനെ ഞാൻ വൈയുമായിട്ട് ഇൻ്റർസെക്ഷൻ എടുക്കുന്നു. അപ്പോൾ നമ്മൾ എങ്ങോട്ട് പോകും? നമുക്കറിയാം വൈയുമായിട്ട് എന്ത് സാധനത്തിന് ഇൻ്റർസെക്ഷൻ എടുത്താലും അത് സബ്സ്പേസിലേക്ക് പോകും. അപ്പോൾ ഈ യു ഇൻ്റർസെക്ഷൻ വൈ എവിടെയാണ് വരിക? യു ഇൻ്റർസെക്ഷൻ വൈയിലായിരിക്കും വരിക. കാരണം വൈയുമായിട്ട് ഇൻ്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇത് ട്രങ്കേറ്റ് ചെയ്യും. ഇതിങ്ങനെ വൈയുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഈ ഭാഗമൊക്കെ പോകും, പിന്നെ ഈ ഒരു കഷ്ണേ വരുള്ളൂ. അത് വൈയിൻ്റെ സബ്സെറ്റ് ആയിരിക്കും. അതുമല്ല നമുക്കറിയാം യു ഓപ്പൺ ഇൻ എക്സ് ആണെങ്കിൽ യു ഇൻ്റർസെക്ഷൻ വൈ എടുത്താൽ അത് ഓപ്പൺ ഇൻ വൈ ആയിരിക്കും. ഓപ്പൺ ഇൻ വൈ ആകുക എന്ന് പറഞ്ഞാൽ ദിസ് ബിലോങ്സ് ടു ടോ റെസ്ട്രിക്റ്റഡ് ടു വൈ ആയിരിക്കും. അപ്പോൾ ഞാൻ സ്ക്രിപ്റ്റ് യുവിലുള്ള ഓരോ യുവും എടുക്കുന്നു, എന്നിട്ട് വൈയുമായിട്ട് ഇൻ്റർസെക്ഷൻ എടുക്കുന്നു. ഇങ്ങനെയുള്ള യു ഇൻ്റർസെക്ഷൻ വൈകളുടെ കളക്ഷനെ ഞാൻ സ്ക്രിപ്റ്റ് വി എന്ന് വിളിക്കുന്നു. ഇങ്ങനെ സ്ക്രിപ്റ്റ് വി എന്ന് വിളിച്ചാൽ സ്ക്രിപ്റ്റ് വിയിലുള്ള മെമ്പേഴ്സ് എവിടെയാണ്? ഈ യു ഇൻ്റർസെക്ഷൻ വൈ ഒക്കെ എവിടെയുള്ളത്? യു ഇൻ്റർസെക്ഷൻ വൈ എന്ന് പറഞ്ഞാൽ വൈൻ്റെ സബ്സെറ്റ് ആയിരിക്കും. സോ ഇത് വൈ ടോ റെസ്ട്രിക്റ്റഡ് ടു വൈയിലുള്ളതാണ്. ടോ റെസ്ട്രിക്റ്റഡ് ടു വൈയിലുള്ളതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിയിലുള്ള എലമെൻസുകളൊക്കെ ടോ റെസ്ട്രിക്റ്റഡ് ടു വൈയിൽ ഉള്ള മെമ്പേഴ്സാണ്. അതായത് അത് വൈയിൽ ഓപ്പൺ ആണ്. മാത്രമല്ല ഇവിടെ യു വൈനെ കവർ ചെയ്യുന്നുണ്ട്. യു വൈനെ കവർ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കണം, ഇതാണ് വൈ. അപ്പോൾ നമ്മൾ യു ഉപയോഗിച്ച് കവർ ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ കിടക്കും. ഇങ്ങനെ കിടക്കുന്നതിന് ഓരോ സാധനത്തിൽ നിന്നും യു ഇൻ്റർസെക്ഷൻ വൈ എടുക്കുമ്പോൾ ഇത്രയും പാർട്ട് പോയി, ഈ പാർട്ടൊക്കെ പോയി, ഈ പാർട്ടൊക്കെ, അതായത് വൈൻ്റെ പുറത്തേക്കുള്ള പാർട്ടൊക്കെ പോയി. അതായത് കറക്റ്റായിട്ട് നമ്മൾ വൈനെ മാത്രം കവർ ചെയ്തു. അപ്പോൾ ആ വി എന്ന് പറയുന്ന ഈ സാധനം എന്തായിരിക്കും? വൈൻ്റെ ഒരു കവറായിരിക്കും. വൈൻ്റെ കവറായിരിക്കും. അതിൻ്റെ മെമ്പേഴ്സ് എന്തായിരിക്കും? മെമ്പേഴ്സ് ടോ റെസ്ട്രിക്റ്റഡ് ടു വൈയിലെ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദിസ് ഈസ് ആൻ ഓപ്പൺ കവർ ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു റിലേറ്റീവ് ടോപ്പോളജി ടോ റെസ്ട്രിക്റ്റഡ് ടു വൈ. അതായത് നമ്മളെ സബ്സ്പേസ് ടോപ്പോളജി ടോ റെസ്ട്രിക്റ്റഡ് ടു വൈയിൽ ഉള്ള വൈൻ്റെ ഒരു ഓപ്പൺ കവറാണിത്. ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്താ വെച്ചാൽ എക്സ്റ്റോ സെക്കൻഡ് കൗണ്ടബിൾ ആണ്. എക്സ്റ്റോ സെക്കൻഡ് കൗണ്ടബിൾ ആണെങ്കിൽ സെക്കൻഡ് കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് ഹെറിഡിറ്ററി പ്രോപ്പർട്ടി ആണെന്ന് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തു. അപ്പോൾ ഇവിടെ അത് എഴുതുന്ന സമയത്ത് ആ തിയറവും പ്രൂഫും ഇവിടെ ഇതിടയിൽ എഴുതണം. ഓക്കെ, ബാക്കി ഇത് കംപ്ലീറ്റ് നോട്ടാണ്.
ഇതിലൊന്നും മാറ്റാനില്ല. ഇതുപോലെ തന്നെ എഴുതിയാൽ മതി. ഇവിടെ വൈ ടോ റെസ്ട്രിക്റ്റഡ് ടു വൈ ഈസ് സെക്കൻഡ് കൗണ്ടബിൾ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ആ തിയറം എഴുതുക. തിയറം 3.4 എഴുതുക. അതായത് സെക്കൻഡ് കൗണ്ടബിലിറ്റി ഈസ് എ ഹെറിഡിറ്ററി പ്രോപ്പർട്ടി എന്ന് പറയുന്ന തിയറവും പ്രൂഫും എഴുതുക. അപ്പോൾ ഹെറിഡിറ്ററി പ്രോപ്പർട്ടി ആയതുകൊണ്ട് വൈ ടോ റെസ്ട്രിക്റ്റഡ് ടു വൈ എന്ന് പറയുന്നത് സെക്കൻഡ് കൗണ്ടബിൾ ആണ്. ആ തിയറത്തിൻ്റെ പേര് 3.4 അല്ല കേട്ടോ, അത് നിങ്ങൾ നോക്കിയാൽ മതി. സെക്കൻഡ് കൗണ്ടബിലിറ്റി ഈസ് എ ഹെറിഡിറ്ററി പ്രോപ്പർട്ടി എന്ന് പറയുന്ന തിയറമാണ് ഇവിടെ എഴുതേണ്ടത്. ഇനി നമുക്ക് കിട്ടി വൈ ടോ റെസ്ട്രിക്റ്റഡ് ടു വൈ സെക്കൻഡ് കൗണ്ടബിൾ ആണ് എന്ന്. അപ്പം നമ്മൾ തിയറം 3.4 യൂസ് ചെയ്യണം. തിയറം 3.4 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സെക്കൻഡ് കൗണ്ടബിൾ സ്പേസിന് സെക്കൻഡ് കൗണ്ടബിൾ സ്പേസിൽ ഏത് ഓപ്പൺ കവർ എടുത്താലും അതിന് കൗണ്ടബിൾ സബ് കവർ ഉണ്ടാകും. ഒന്നുകൂടി പറയാം, ഒരു സ്പേസ് സെക്കൻഡ് കൗണ്ടബിൾ ആണെങ്കിൽ അതിൻ്റെ ഏത് ഓപ്പൺ കവറിനും കൗണ്ടബിൾ ആയിട്ടുള്ള സബ് കവർ ഉണ്ടാകും. അപ്പോൾ ഇവിടെ വൈ ടോ റെസ്ട്രിക്റ്റഡ് ടു വൈ എന്ന് പറയുന്നത് സെക്കൻഡ് കൗണ്ടബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇതിൻ്റെ കവറാണ് സ്ക്രിപ്റ്റ് വി എന്ന് പറയുന്നത്, ഇതിൻ്റെ കവറാണ്. അപ്പോൾ സ്ക്രിപ്റ്റ് വിക്ക് എന്തുണ്ടാവും, സ്ക്രിപ്റ്റ് വിക്ക് കൗണ്ടബിൾ സബ് കവർ ഉണ്ടാവും. അത് തിയറം 3.4 കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ തിയറം 3.4 അതിൻ്റെ പ്രൂഫും എഴുതണം. ഇതൊരു SI ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ SI എല്ലാം ചെറിയ മാർക്കിൻ്റെ ആണെങ്കിൽ തിയറം മാത്രം സ്റ്റേറ്റ് ചെയ്താൽ മതി. SI ക്വസ്റ്റ്യൻ ആണെങ്കിൽ തിയറവും പ്രൂഫും എഴുതണം. അപ്പോൾ വിക്ക് എന്തുണ്ട്, വിക്ക് ഒരു കൗണ്ടബിൾ സബ് കവർ സി ഉണ്ട്. ഇനി വിൻ്റെ വി എന്താണ്, വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്. വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ്, യു ഇൻ്റർസെക്ഷൻ വിയിലുള്ള ഓരോ എലമെൻസും യു ഇൻ്റർസെക്ഷൻ വൈ വേർ യു ബിലോങ്സ് ടു യു, ഇങ്ങനെയാണ് വിയിലുള്ള എലമെൻസ്. ആ വിൻ്റെ സബ് കവറാണ് സി. സബ് കവർ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ വിയിലുള്ള കുറച്ച് മെമ്പേഴ്സ് എടുത്തിട്ടുള്ളതാണ് സബ് കവർ. അപ്പോൾ ആ കുറച്ച് മെമ്പേഴ്സ് എടുത്തിട്ടുള്ള സി എന്ന് പറയുന്ന സാധനത്തിൽ ഒരു സി നമ്മൾ എടുത്താൽ, ഒരു എലമെൻ്റ് ഈ സ്ക്രിപ്റ്റ് സി എന്ന് എടുത്താൽ ആ സി എവിടെ വരും, ആ സി വിയിൽ വരും. കാരണം വിൻ്റെ സബ് കവറാണ്. വിയുടെ സബ് കവർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിയിലുള്ള കുറച്ച് എലമെൻസുകളാണ് സിയിൽ വരുന്നത്. അപ്പോൾ അതിലത്തെ ഒരു എലമെൻ്റാണ് സി എങ്കിൽ ആ സി വിയിൽ വരും. ആ സി വിയിൽ വരികയാണെങ്കിൽ ആ സി ഇങ്ങനത്തെ ഫോമിലായിരിക്കും, യു ഇൻ്റർസെക്ഷൻ വൈ വേർ യു ബിലോങ്സ് ടു യു, ആ ഫോമിലായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാം, നമുക്ക് ഒരു യു കിട്ടും. ആ യു ഓരോ സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വ്യത്യസ്തമായ യു ആയതുകൊണ്ട് ആ സീനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഡി ഓഫ് സി എന്ന് എഴുതുന്നു. അതായത് ആ സി സം യു ഇൻ്റർസെക്ഷൻ വൈ ആണ്. ആ യുവിനെ ഞാൻ ഡി ഓഫ് സി എന്ന് വിളിച്ചാൽ അതിന് ഡി ഓഫ് സി ഇൻ്റർസെക്ഷൻ വൈ എന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ ചിലപ്പോൾ ഒന്നിലധികം എണ്ണം ഉണ്ടാവും. എന്തായാലും ഒന്ന് ഞാൻ ഫിക്സ് ചെയ്യുന്നു. ഒരു ഡി ഓഫ് സി ബിലോങ്സ് ടു യു. ഈ ഡി ഓഫ് സി എവിടെ വരിക, ഈ ഡി ഓഫ് സി സ്ക്രിപ്റ്റ് യുവിലാണ് വരിക. അപ്പോൾ ആ സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഡി ഓഫ് സി ഞാൻ ഫിക്സ് ചെയ്തു. അപ്പോൾ ആ ഡി ഓഫ് സി എങ്ങനെയാണ് ഉണ്ടാവുക, ആ ഡി ഓഫ് സിൻ്റെ റിലേഷൻ എന്താ, സി ഈക്വൽ ടു ഡി ഓഫ് സി ഇൻ്റർസെക്ഷൻ വൈ ആയിരിക്കും. സി ഈക്വൽ ടു ഡി ഓഫ് സി ഇൻ്റർസെക്ഷൻ വൈ ആയിരിക്കും. ഇപ്പോൾ ഈ ഡി ഓഫ് സികൾ എവിടെയാണ് വരുന്നത്, ഡി ഓഫ് സികൾ യുവിലാണ് വരുന്നത്. അപ്പം യുവിലുള്ള കുറേ എലമെൻറ്റുകൾ ഡി ഓഫ് സി, അതായത് ഓരോ സിക്ക് കറസ്പോണ്ടിങ് ആയിട്ടും ഓരോ ഡി ഓഫ് സി കിട്ടുന്നുണ്ട്. ആ കളക്ഷനെ കുറിച്ച് നമുക്ക് എന്ത് പറയാം, ഈ ഡി ഓഫ് സികളൊക്കെ എവിടെയുള്ളത്, ഈ ഡി ഓഫ് സികളൊക്കെ സ്ക്രിപ്റ്റ് യുവിലാണുള്ളത്. അപ്പോൾ അത് യുവിലെ മെമ്പേഴ്സാണ് ഡി ഓഫ് സി. യുവിലെ യു എന്താണ്, യു എന്ന് പറഞ്ഞാൽ കവർ ഓഫ് വൈ ബൈ മെമ്പേഴ്സ് ഓഫ് ടു ആണ്. അപ്പോൾ ഡി ഓഫ് സികളൊക്കെ എവിടെ വരും, ഡി ഓഫ് സികളൊക്കെ ടോയിൽ വരും. അപ്പോൾ ഡി ഓഫ് സികളൊക്കെ ടോയിൽ വരുന്നുണ്ട്. അതായത് അത് ഓപ്പണിൽ എക്സ് ആണ്. ഓരോ സിക്ക് കറസ്പോണ്ടിങ് ആയാലും ഡി ഓഫ് സി എടുക്കുന്നുണ്ട്. സി എന്ന് പറഞ്ഞാൽ എന്താ, സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിൻ്റെ ഒരു കൗണ്ടബിൾ ആയിട്ടുള്ള സബ് കവറാണ്. വി എന്താണ്, വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പൺ കവർ ഓഫ് വൈ ആണ്. അപ്പോൾ വിയിലുള്ള എലമെൻറ്റ്സ്
വൈനെ കവർ ചെയ്യുന്നുണ്ട്. അതിലത്തെ മെമ്പേഴ്സ് ടോ റെസ്ട്രിക്റ്റഡ് ടു വൈ ആണ്. DOCകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? DOCകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുവിലുള്ള എലമെൻറ്റ്സ് ആണ്. സിക്ക് ഓരോ സിക്കും കറസ്പോണ്ടിങ് ആയിട്ടാണ് DOC കിട്ടുന്നത്. സി എന്താ സംഭവം? സി വിൻ്റെ കൗണ്ടബിൾ സബ് കവറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മളെ എക്സ്, അതിൻ്റെ ഉള്ളിൽ നമ്മളെ വൈ ഇരിക്കുന്നു. ആ വൈനെ നമ്മൾ വി ഉപയോഗിച്ചിട്ട് കവർ ചെയ്യുന്നു. വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ഇൻ്റർസെക്ഷൻ വൈകളാണ്. അപ്പോൾ അത് ഇങ്ങനെ കവർ ചെയ്യുന്നു. ഫുൾ ഭാഗം കവർ ചെയ്യൂട്ടോ, ഞാൻ കുറച്ചേ വരയ്ക്കുന്നുള്ളൂ. ഇനി ആ വിയിൽ നിന്ന് ഞാനൊരു കൗണ്ടബിൾ സബ് കവർ സി എടുക്കുന്നു. കൗണ്ടബിൾ സബ് കവർ സി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ മുന്നൊരു ഇത് അങ്ങനെയല്ല, ഇത് നമ്മളെ എക്സിൽ നമ്മളെ വൈ ഉണ്ട്. ഇനി വി എന്ന് പറയുന്നത് യു ഇൻ്റർസെക്ഷൻ വൈകളുടെ കളക്ഷനാണ്. യു ഇൻ്റർസെക്ഷൻ വൈകളുടെ കളക്ഷൻ ആണെന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ യു എങ്കിൽ ഇത്രയും പോർഷനാണ് യു ഇൻ്റർസെക്ഷൻ വൈ. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളുടെ ഈ ഭാഗം മാത്രം ഇതാണ് നമ്മളെ വി. ആ വിയിലുള്ള വിൻ്റെ ഒരു കൗണ്ടബിൾ സബ് കവറാണ് സി. വിൻ്റെ ഒരു കൗണ്ടബിൾ സബ് കവറാണ് സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഈ ഷെയ്ഡ് ചെയ്തിട്ടുള്ള പോർഷനുകളിലുള്ള കുറച്ചെണ്ണം അത് ഈ വൈനെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യും. അങ്ങനത്തെ ഇങ്ങനെയുള്ള ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ സിയിലെടുത്തത്. ഇനി ആ ഓരോ സിക്കും ഞാൻ DOC ഫിക്സ് ചെയ്യുന്നു യുവിൽ. അപ്പോൾ ഈ ഒരു സി ആണ് എടുക്കുന്നതെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു സാധനത്തിന് DOC ആയിട്ട് ഫിക്സ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ സിക്കും കുറച്ച് സികൾ എടുക്കുന്നു, അതിൻ്റെ DOCകൾ ഞാൻ എടുക്കുന്നു. ഇങ്ങനെയുള്ള DOCകളുടെ കളക്ഷൻ, ഇങ്ങനെയുള്ള DOCകൾ എന്ന് പറഞ്ഞാൽ ഈ യുവിലുള്ള കുറച്ച് DOCകൾ, എല്ലാ യുകളും എടുക്കുന്നില്ല, കുറച്ചെണ്ണം. ആ കുറച്ചെണ്ണത്തിന് DOC എന്ന് വിളിക്കുന്നു. ആ DOC എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? സി കൗണ്ടബിൾ ആണ്. സി കൗണ്ടബിൾ ആണെങ്കിൽ ആ സിയിലുള്ള ഓരോന്നിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് DOC വരുന്നത്. സി കൗണ്ടബിൾ ആയതുകൊണ്ട് DOC കൗണ്ടബിൾ ആയിരിക്കും. അപ്പം DOC സച്ച് ദാറ്റ് സി ബിലോങ്സ് ടു ജി എന്ന് പറഞ്ഞാൽ കൗണ്ടബിൾ ആണ്. ആ DOCകൾ ഏതൊക്കെയോ യുകളാണ്. അപ്പോൾ അത് സബ് ഫാമിലി ഓഫ് യു ആയിരിക്കും. ഇനി സി എന്ത് ചെയ്യുന്നു? സി എന്ന് പറയുന്നത് കൗണ്ടബിൾ സബ് കവറാണ്. എന്തിൻ്റെ? വൈൻ്റെ. അപ്പോൾ സി വൈനെ കവർ ചെയ്യുന്നു. സികൾ എന്ന് പറഞ്ഞാൽ ഈ ഷെയ്ഡ് ചെയ്ത ഈ പോർഷനുകളാണ്. ഈ ഷെയ്ഡ് ചെയ്ത പോർഷനുകളെല്ലാം വൈനെ കവർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വരുന്ന അതിനേക്കാളും വലിയതായിട്ടുള്ള സാധനങ്ങളാണ് DOCകൾ. അപ്പോൾ ആ DOCകൾ വൈനെ കവർ ചെയ്യും. അപ്പം നമുക്ക് എന്ത് കിട്ടി? നമുക്ക് കിട്ടി ഈ DOCകൾ എവിടുത്തെ മെമ്പറാണ്? ടോയിലെ മെമ്പറാണ്. കാരണം DOC എന്ന് പറയുന്നത് ഏതൊക്കെയോ യു ആണ്. യു എന്ന് പറയുന്നത് സ്ക്രിപ്റ്റ് യു ആണ്. സ്ക്രിപ്റ്റ് യു എന്ന് പറയുന്നത് കവേഴ്സ് ഓഫ് വൈ ബൈ മെമ്പേഴ്സ് ഓഫ് ടോ ആണ്. ടോയിലെ മെമ്പേഴ്സാണ് സ്ക്രിപ്റ്റ് യുയിലുള്ളത്. അപ്പോൾ നമ്മൾ DOCകൾ ടോയിലാണ് ഉണ്ടാകുക. അപ്പോൾ ടോയിലുള്ള മെമ്പേഴ്സാണ് DOCകൾ. ആ DOCകൾ വൈനെ കവർ ചെയ്യുന്നുണ്ട്. ആ കളക്ഷൻ കൗണ്ടബിൾ ആണ്. കാരണം സി കൗണ്ടബിൾ ആയതുകൊണ്ട് ഓരോ സിക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണ് DOC വരുന്നത്. അതുകൊണ്ട് ഇത് കൗണ്ടബിൾ ആണ്. അതുകൊണ്ട് ഇത് കൗണ്ടബിൾ സബ് ഫാമിലി ഓഫ് യു ആണ് ആൻഡ് കവേഴ്സ് വൈ. ഇപ്പം നമുക്ക് എന്ത് കിട്ടി? നമ്മളൊരു എനി കവർ ഓഫ് വൈ ബൈ മെമ്പേഴ്സ് ഓഫ് ടോ എടുത്തു, അതായത് സ്ക്രിപ്റ്റ് യു എടുത്തു. സ്ക്രിപ്റ്റ് യു എടുത്തപ്പം ആ യുവിന് ഒരു കൗണ്ടബിൾ സബ് കവർ കിട്ടി, DOCകളുടെ കളക്ഷൻ. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതാണ് തിയറം. ഇതൊക്കെ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറംസാണ്, നന്നായി പഠിക്കുക. ഇപ്പം നമുക്ക് സബ് സ്പേസിലുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലായി.
നോക്കുക, ഒരു സ്പേസിന് ഒരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടി സബ് സ്പേസിന് എപ്പോഴും ഉണ്ടാകണം എന്നില്ല. അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ ആ പ്രോപ്പർട്ടീനെ ഹെറിഡിറ്ററി പ്രോപ്പർട്ടി എന്ന് പറയും. ഒരുപാട് പ്രോപ്പർട്ടീസ് ഹെറിഡിറ്ററി പ്രോപ്പർട്ടിയാണ്, അങ്ങനെ അല്ലാത്ത പ്രോപ്പർട്ടീസും ഉണ്ട്. അതായത് ഒരു സ്പേസിന് ഒരു പ്രോപ്പർട്ടി ഉണ്ടാകുക, പക്ഷേ അതിൻ്റെ സബ് സ്പേസിന് ആ പ്രോപ്പർട്ടി ഇല്ലാതിരിക്കുക. അതായത് ചിലപ്പം സ്പേസിന് ഇല്ലാത്ത പ്രോപ്പർട്ടീസ് സബ് സ്പേസിന് ഉണ്ടാകാം, അതുപോലെ സ്പേസിലുള്ള പ്രോപ്പർട്ടീസ് സബ് സ്പേസിന് ഇല്ലാതിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള പ്രോപ്പർട്ടീസിനെ കുറിച്ചൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഇനി ഡീറ്റെയിൽഡായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് പഠിക്കും. അപ്പോൾ ഇത് നന്നായി പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ.